നമ്മൾ ഹൈപ്പർ ഇട്ട് കഴിഞ്ഞാൽ വണ്ടി ഇതാ പറക്കും. നമുക്കൊന്ന് പുഷ് ചെയ്ത് നോക്കാം. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇറ്റ്സ് മീ ഹോം ഷാപ്പിയൻ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഓല എടുത്തിട്ട് ഇപ്പോൾ 1300 കിലോമീറ്റർ ഓടി. അപ്പോൾ 1300 കിലോമീറ്റർ 2 ആഴ്ച കൊണ്ട് കവർ ചെയ്യാൻ പറ്റി. അപ്പം ഈ ഒരു 1300 കിലോമീറ്ററിൽ ഓടിയപ്പോൾ എനിക്കുണ്ടായ എക്സ്പീരിയൻസ് വിത്ത് ഓലയാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. അതിൽ പോസിറ്റീവ്സ് ഉണ്ടാവും, നെഗറ്റീവ്സ് ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. അപ്പം നേരെ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് പോസിറ്റീവിൽ നിന്ന് തന്നെ തുടങ്ങാം. വണ്ടി എനിക്ക് മെയിനായിട്ട് ഞാൻ എടുത്തത് സീറ്റിംഗ് പോസ്ചർ ഇഷ്ടപ്പെട്ടു. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറയും പോലെ വണ്ടി അത്യാവശ്യം ഹെവിയാണ്. നമുക്കൊരു സ്റ്റെബിലിറ്റി കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട്. റൈഡിങ് കംഫർട്ട് ഓക്കെയാണ്. അപ്പം എനിക്ക് ഈ പറഞ്ഞ പോലെ ഡെയിലി വൺ സൈഡ് 40 കിലോമീറ്റർ ഉണ്ട്. ഡെയിലി ഞാൻ ഒരു 80 ടോട്ടൽ ഓടുന്നത്. അപ്പോൾ എനിക്ക് ഒരു രീതിയിൽ എൻ്റെ ഹൈറ്റ് വന്നിട്ട് 176 പക്ഷേ എനിക്ക് ഒരു രീതിയിലുള്ള നടുവേദനയോ അല്ലെങ്കിൽ മുട്ടുവേദനയോ ഒരു രീതിയിലുള്ള അസൗകര്യങ്ങളും തോന്നിയിട്ടില്ല. വളരെ കംഫർട്ടാണ് ഇത്രയും കിലോമീറ്റർ ഓടിയിട്ട്. നമുക്ക് ആ ഒരു ക്ഷീണവും ഫീൽ ചെയ്യത്തില്ല. പ്രത്യേകിച്ച് നമ്മൾ ഹെൽമെറ്റൊക്കെ വെച്ചൊരു പീസായിട്ടൊരു വൈബ് പിടിച്ച് വന്നു കഴിഞ്ഞാൽ വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ എന്നെ ഈ ഒരു റൈഡിൽ ഹെൽപ്പ് ചെയ്യുന്ന വലിയൊരു ഫീച്ചർ എന്ന് പറയുമ്പോൾ ഈ ഒരു ക്രൂസ് കൺട്രോളാണ്. ഈ ക്രൂസ് കൺട്രോൾ വേറെ ഏതൊക്കെ വണ്ടിയിലുണ്ടെന്ന് അറിയത്തില്ല. ഇപ്പോൾ ഹൈ എൻഡ് സ്പോർട്സ് ബൈക്കിലെല്ലാം ഉണ്ട്, ഇപ്പം ടൂറിങ് ബൈക്കിൽസിനെല്ലാം ഉണ്ട്. അല്ലാതെ നമ്മൾ ഇങ്ങനെ ഒരു വിയിലുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ അതിശയത്തോടെ നോക്കുന്ന കണ്ടിട്ടുണ്ട്. കാരണം വണ്ടി ഇത് കയറ്റത്തൊക്കെ ആക്സിലേറ്റർ പോലും കൊടുക്കാതെ കയറി പോകുന്നത് കാണുമ്പോൾ ആൾക്കാർ അത്ഭുതത്തോടെ നോക്കും. അപ്പം ഭയങ്കര റിലാക്സിങ് ആണ്, നമ്മളിങ്ങനെ തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കണ്ട. അപ്പോൾ അതേപോലെ ഈ ഒരു ഹൈവേ, ഇതിപ്പോൾ ഓപ്പൺ ഒരു ഹൈവേ ആണെങ്കിൽ നമുക്കിപ്പം ഇങ്ങനൊരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ക്രൂസ് കൺട്രോളായി. ക്രൂസ് കൺട്രോൾ ഇപ്പം 40 സെറ്റായിരിക്കുന്നത്. ആ 40 സ്പീഡ് പിടിച്ചൊങ്ങ് പൊയ്ക്കോളും. നമുക്ക് ഫ്രീ ആയിട്ട് റിലാക്സ് ചെയ്തിരിക്കാം. അപ്പോൾ അത് വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നി ഈ ഒരു 1300 കിലോമീറ്റർ ഓടിയപ്പോൾ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ പവർ ഞാൻ കഴിഞ്ഞ നമ്മളെ വണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്ത വീഡിയോയിൽ വിട്ടുപോയൊരു കേസാണ് പവറിനെ പറ്റിയിട്ട്. അതായത് ബാക്കി എല്ലാ ഇലക്ട്രിക് സ്കൂട്ടേഴ്സും 7 kW ആ ഒരു റേഞ്ചൊക്കെയാണ് മോട്ടറിൻ്റെ പവർ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഇത് പീക്ക് പവർ വന്നിട്ട് 11 ഉണ്ട്. അപ്പോൾ അതിൻ്റേതായ പെർഫോമൻസും കാര്യങ്ങളൊക്കെ നമുക്ക് വണ്ടി ഓട്ടിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അതായത് ഇപ്പം മറ്റേ എല്ലാ വണ്ടികളും 90 അല്ലെങ്കിൽ 80, അതായത് ടോപ്പ് മോഡലെല്ലാം 90 ടോപ്പ് സ്പീഡും ബേസ് മോഡലെല്ലാം 70 അല്ലെങ്കിൽ 80 ടോപ്പ് സ്പീഡൊക്കെയാണ് പറയുന്നത്. ഇപ്പോൾ എൻ്റെ കൂട്ടുകാരുടെ ഇരിക്കുന്ന ഏതൊരു ടോപ്പ് സ്പീഡ് വന്നിട്ട് 90 ആണ്. ഞാൻ ഈ ഒരു ഹൈവേയിൽ തന്നെ അത് നല്ല രീതിയിൽ പുഷ് ചെയ്തിട്ടുള്ളതാണ്. എനിക്കൊരു 91 വരെ കയറി. അതിൽ പിന്നെ ലോക്കാണ്, പിന്നെ വണ്ടി കയറത്തില്ല. അപ്പോൾ അവിടെ നമുക്ക് നോർമൽ റോഡിൽ ഇപ്പോൾ 90 തന്നെ ധാരാളമാണ്. ഇപ്പം നമ്മൾ 90 കിട്ടുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർ വിചാരിക്കും 90 പോരെയെന്ന്. നമുക്കൊരു നോർമൽ റോഡിലൊക്കെ പോകുമ്പോൾ 90 തന്നെ ഭയങ്കര ധാരാളമാണ്. പക്ഷേ നമ്മൾ ഇതേപോലെ ഒരു ഹൈവേയിൽ, ഇപ്പോൾ ഇതൊരു ഓപ്പൺ ഹൈവേയും കൂടെ ആണെങ്കിൽ നമ്മൾ കറക്കി പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ 90 എത്തുമ്പം നമ്മുടെ വണ്ടി മാത്രം പതുക്കെ പോകുന്നു. ഇപ്പോൾ ഹൈവേയിൽ ഓട്ടിക്കുന്ന ഒരുപാട് പേർക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടാകും. കാരണം നമ്മളെ വണ്ടി മാത്രം പതിയെ പോകുന്നു, ബാക്കിയുള്ളവരെല്ലാം സ്പീഡിൽ പോകുന്ന പോലൊരു ഫീല് നമുക്ക് തോന്നും. അപ്പോൾ ഈ വണ്ടിയിൽ വന്നിട്ട് നമുക്ക് ജനറേഷൻ 2 ഇറങ്ങിയപ്പം അവർ ടോപ്പ് സ്പീഡ് വന്നിട്ട് 120 ആക്കിയിട്ടുണ്ട്. 120 എന്ന് പറയുമ്പോൾ ഞാൻ 120 കയറി നോക്കിയിട്ടില്ല. നമുക്കതൊരു വീഡിയോ ആയിട്ട് ചെയ്യാം, നമുക്ക് ടെസ്റ്റ് ചെയ്യണമല്ലോ. അപ്പോൾ ഇപ്പോൾ ഞാൻ നിലവിൽ 112 വരെയൊക്കെ കയറി. പക്ഷേ വണ്ടി നല്ല കൂളായിട്ട് തന്നെ കയറി പോകുന്നുണ്ട്. വേറെ സ്ട്രെസ്സോ കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ നമ്മളെ മൂഡ് അനുസരിച്ചിട്ട് മോഡ്സ് സ്വിച്ച് ചെയ്യാം. ഇപ്പോൾ ഇക്കോ മോഡിൽ ഞാൻ ഇതിലൊരു 2% ഓട്ടിച്ചിട്ടുള്ളൂ. ബാക്കി കൂടുതലും നോർമൽ, സ്പോർട്സ്, ഹൈപ്പറാണ്. അതിൽ സ്പോർട്സാണ് ഏറ്റവും കൂടുതൽ. അപ്പോൾ നോർമൽ എന്ന് പറയുമ്പോൾ നമ്മളിപ്പം പീസായിട്ടൊക്കെ സമാധാനത്തിൽ പോകുമ്പോൾ നോർമൽ ഇട്ടാൽ മതി. നോർമലി തന്നെ ഒരു 80 ഒക്കെ കയറുന്നുണ്ട്. ഞാൻ ചെക്ക് ചെയ്തു, ഒരു 82 വരെയൊക്കെ കയറി. പിന്നെ ലോക്കാണ്. സ്പോർട്സിൽ 90, 95 ആ ഒരു റേഞ്ചിൽ 100 അടുപ്പിച്ച് നിൽക്കുമെന്നേ ഉള്ളൂ. 100 അടിക്കത്തില്ല. പിന്നെ നമ്മൾ ഹൈപ്പർ മോഡ് പിന്നെ പറയേണ്ട 100, 110 ഒക്കെ കഴിഞ്ഞ് പോവും. പിന്നെ 120 എന്ന് പറയുന്നുണ്ടെങ്കിൽ എത്ര കയറുമെന്ന് അറിയത്തില്ല. അത്രയും എമർജൻസി സിറ്റുവേഷനിൽ മാത്രമേ നമ്മൾ ആ ഒരു രീതിയിൽ ഹൈപ്പർ ഇട്ട് പോകാവുന്നേ ഞാൻ റെക്കമെൻഡ് ചെയ്യുള്ളൂ. കാരണം
ഹൈപ്പർ ഇടുമ്പോൾ നല്ല രീതിയിലുള്ള പവർ ഡെലിവറി ഉണ്ട്. നമ്മൾ കൈ കൊടുത്തു കഴിഞ്ഞാൽ സൗണ്ടും കൂടെ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പവർ അറിയാൻ പറ്റത്തില്ല, വണ്ടി നമ്മളെ വലിച്ചുകൊണ്ട് പോകും. അപ്പോൾ ആദ്യമായിട്ടൊക്കെ എടുക്കുന്നവർ ഇപ്പം നമ്മൾ RC ഒക്കെ ഉപയോഗിച്ച് ശീലമുള്ളതുകൊണ്ട് നമുക്ക് വലിയൊരു കുഴപ്പമില്ല. അല്ലാത്ത പക്ഷം നമ്മൾ കയ്യിൽ കൊടുക്കുമ്പോഴേ നമ്മളെ കയ്യിൽ നിൽക്കാത്ത പോലെ തോന്നും വണ്ടി. സീറ്റിംഗ് പോസ്റ്ററും കൂടെ ഒരു സ്കൂട്ടറിൽ ഇത്രയും പവർ വരുമ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അത് ശ്രദ്ധിച്ച് വേണം ഓട്ടിക്കാൻ. കൂടുതലും നമുക്ക് സ്പോർട്സിൽ പോയാൽ മതി. സ്പോർട്സ് ആകുമ്പോഴത്തേക്കും നമുക്ക് അത്യാവശ്യം പവറും ഉണ്ട്, എന്നാൽ നമുക്ക് കയ്യിൽ കൺട്രോൾ കിട്ടുകയും ചെയ്യും. നൈസാണ് വണ്ടി ഓട്ടിക്കാൻ. അപ്പം ഞാൻ കൂടുതലും പേഴ്സണലി സ്പോർട്സിലാണ് യൂസ് ചെയ്യുന്നത്. എൻ്റെ ഒരു ഒപ്പീനിയനിൽ എങ്ങനെ പോയാലും ഞാനിപ്പം മൈലേജ് പിടിച്ച് ഓട്ടിച്ച് നോക്കിയിട്ടുണ്ട്, അല്ലാതെ മൈലേജേ നോക്കാതെ ഓട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയൊക്കെ പോയാലും 100 കിലോമീറ്റർ നമുക്ക് ഗ്യാരണ്ടി ആയിട്ട് കിട്ടും. ജനറേഷൻ 2-ൽ എനിക്ക് കിട്ടുന്നുണ്ട് പേഴ്സണലി, ഞാൻ ചെക്ക് ചെയ്തപ്പോൾ. അപ്പം മറ്റു വണ്ടികളൊക്കെ 150 കിട്ടുമെന്ന് പറഞ്ഞാലും നമുക്കൊരു 100 തികച്ച് കിട്ടുമെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. ഒരു 80-90 അത്രയൊക്കെ തന്നെയാണ്. പക്ഷേ ഇത് ഒരു 100 എന്തായാലും കിട്ടും. 195 പറയണമെങ്കിൽ 100-ന് മേളിൽ എന്തായാലും കിട്ടും. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ നോർമൽ റോഡിൽ ഒരു 60-50 ആ ഒരു സ്പീഡിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു 130 എന്തായാലും കിട്ടും. അപ്പം അതൊക്കെ വെച്ച് ഞാൻ മെയിനായിട്ട് ഈ ഓലയിൽ വന്ന കേസേ ഇതാണ്. നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്കുള്ള വാല്യൂ വെർത്തായിരിക്കണം. പിന്നെ നമ്മൾ ചാർജിങ്ങിന് വേണ്ടി ഇത്രയും ടൈം സ്പെൻഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അതിനുള്ള മൈലേജ് കിട്ടണം. ഈ ഒരു ഒറ്റ കാര്യം, ഇത്രയും ഓലയെ പറ്റിയിട്ട് നെഗറ്റീവ്സ് ഉണ്ടെങ്കിൽ ഞാൻ ഈ ഒറ്റ കാര്യം മാത്രം നോക്കിയിട്ടാണ് ഞാൻ ഓല എടുത്തത്. അപ്പം ഇതാണ് മൈലേജിനെ പറ്റിയിട്ട്. മൈലേജ് അത്യാവശ്യം 100-ന് മേളിൽ എന്തായാലും ഗ്യാരണ്ടി ആയിട്ട് കിട്ടും. പിന്നെ ഹൈപ്പർ മോഡൊക്കെ ഇട്ട് ഫുൾ കറക്കി പിടിച്ചൊക്കെ ഓട്ടിച്ച് കഴിഞ്ഞാൽ കിട്ടത്തില്ല, എനിക്കതിനെപ്പറ്റി അറിയത്തുമില്ല. കാരണം ഹൈപ്പർ മോഡിൽ അങ്ങനെ നമ്മൾ ഫുൾ ടൈം ഓട്ടിക്കാൻ തോന്നത്തില്ല. ഒന്നാമത്തെ കേസ് ബാറ്ററി പെട്ടെന്ന് ഡ്രെയിൻ ആവും. 2 നമ്മളെ മോട്ടർ നല്ല ചൂടാവും, ബാറ്ററി പെട്ടെന്ന് ഡ്രെയിൻ ആവും. വണ്ടി നശിപ്പിക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ നമ്മൾ അത്ര എമർജൻസി ഉണ്ടെങ്കിൽ മാത്രം നമ്മളത് യൂസ് ചെയ്താൽ മതി. അല്ലാത്ത പക്ഷം നോർമൽ, അല്ലെങ്കിൽ ഇപ്പോൾ നോർമലാണ് എന്നാലും ഇത് നമ്മൾ ആക്സിലേറ്റർ കൊടുത്താലും ഒരു നോർമൽ സ്കൂട്ടർ കയറും പോലെ സ്പീഡ് കയറിക്കോളും. നമ്മൾ സ്പോർട്സ് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഇതായിരിക്കും. നമ്മൾ ഹൈപ്പർ ഇട്ട് കഴിഞ്ഞാൽ വണ്ടി ഇതാ പറക്കും. നമുക്കൊന്ന് പുഷ് ചെയ്ത് നോക്കാം. $114, $115, $116, $117 ഉണ്ടാവും. സുഖമായിട്ട് 120 അടിക്കും, കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമുക്ക് അത്രയും നമ്മൾ വണ്ടി സ്ട്രെയിൻ എടുപ്പിക്കേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ അങ്ങനെ പോയാൽ മതി. അപ്പോൾ അതാണ് കേസ്. അപ്പം എല്ലാവരും ഒരു തെറ്റിദ്ധാരണയുണ്ട്, ഓല കൊള്ളത്തില്ല അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ ഉണ്ട്, ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഒരാഴ്ച യൂസ് ചെയ്തതിൽ എനിക്ക് തോന്നിയ പോസിറ്റീവ് കാര്യങ്ങൾ. പിന്നെ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എനിക്ക് വണ്ടി കിട്ടിയപ്പോഴേ ഫ്രണ്ടിൽ ഇവിടെ ഒരു സൗണ്ട് ഉണ്ടായിരുന്നു. എന്തോ അത് നല്ല കട്ടറിച്ചാടുമ്പോൾ കടകടന്നൊരു സൗണ്ട്, ഈ പ്ലാസ്റ്റിക്കിൽ എന്തോ ഒന്ന് തട്ടുന്ന. അത് ഷോറൂമിൽ മാറിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ഇഷ്യൂ ഫേസ് ചെയ്തായിരുന്നു. പിന്നെ എനിക്ക് ഇത്രയും ദിവസം കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഞാൻ നൈട്രജനൊക്കെ ഫില്ല് ചെയ്തതിന് ശേഷം എനിക്ക് 3 ദിവസം കൂടുമ്പോൾ എയർ ലീക്കേജ് ഉണ്ട്. അപ്പോൾ ഫ്രണ്ട് അലോയുടെ സൈഡിൽ കൂടെ എയർ ലീക്കുണ്ട്. അപ്പോൾ അത് ഒരു ഇഷ്യൂ ആയിട്ട് ഞാൻ കാണുന്നു. അപ്പോൾ അത് ഞാൻ ഷോറൂമിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ക്ലീൻ ചെയ്തിട്ട് റെഡിയാവുമെന്ന് പറയുന്നു. അപ്പോൾ ഇതാണ് 2 പണികൾ എനിക്ക് കിട്ടിയത്. പണിയെന്ന് പറയാൻ പറ്റില്ല, അതെന്തെങ്കിലും ഒരു ഇഷ്യൂ ആയിരിക്കും, നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുന്നതാണ്. വേറെ ബഗ് കാര്യങ്ങളൊന്നുമില്ല. ഞാൻ OS അപ്ഡേറ്റ് ചെയ്തപ്പോഴും വീട്ടിലെ വൈഫൈ യൂസ് ചെയ്ത് ഞാൻ തന്നെയാണ് ചെയ്തത്. പക്ഷേ വേറെ ബഗ്ഗോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പം നമ്മൾ എന്തായാലും റെവല്യൂഷൻ്റെ ഭാഗമായി. ഇനിയിപ്പം എന്ത് വന്നാലും നേരിടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വണ്ടിയുടെ 1300 കിലോമീറ്റർ ഓടിയൽ എനിക്ക് പറയാനുള്ളത്. ഓവറോൾ ഞാൻ ഹാപ്പിയാണ്, സാറ്റിസ്ഫൈഡാണ്, കുഴപ്പമൊന്നുമില്ല. വണ്ടിയുടെ വില വെച്ച് നോക്കുമ്പോൾ വർത്തിയാണ്, കുഴപ്പമില്ല. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടെ രേഖപ്പെടുത്തുക. ഈ ഓല എടുത്തിട്ട് ഒരുപാട് പേർക്ക് പണി കിട്ടുന്നവരും ഉണ്ട്. ഈ പറഞ്ഞ പോലെ 60,000 70,000 ഓടിയിട്ട് ഒരു പ്രശ്നമില്ലാതെ ഓടുന്നവരുമുണ്ട്. 1000 കിലോമീറ്റർ ഓടിയിട്ട് പണി കിട്ടുന്നവരുണ്ട്. അപ്പം ഒന്നും ഒപ്റ്റിമൈസ്ഡ് ആയിട്ടില്ല. കാരണം ഒരു വണ്ടി ഇറങ്ങുമ്പോൾ ഒരു 5-6 കൊല്ലമെങ്കിലും എടുക്കും മൊത്തത്തിൽ ഒന്ന് ഫിക്സ് ചെയ്ത് കാര്യങ്ങളെല്ലാം ഇഷ്യൂസൊക്കെ ക്ലിയർ ചെയ്ത് ഇറക്കാൻ. അപ്പം ഗ്രാജുവലി റെഡിയായി വരും. ഇനിയിപ്പം ഒരുപാട് അപ്ഡേറ്റൊക്കെ ഓലയുടെ സൈഡിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പം പിന്നെ നമുക്ക് അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഓല യൂസേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ പണികളും എല്ലാം ഇടുക. മറ്റ് വണ്ടികളുള്ളവർ അവർക്ക് കിട്ടിയ പണികളും പോസിറ്റീവ് കാര്യങ്ങളും എല്ലാം ഇടുക. അപ്പം സ്റ്റേ ട്യൂൺഡ് ബൈ ഇറ്റ്സ് മീ ഹോമോ സാപ്പിയൻ.